നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജൂൺ 2 വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർക്കിടകൻ രാശി വരെയുള്ള ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നത് ചിങ്ങക്കൂറുകാർക്ക് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം നക്ഷത്രക്കാർ അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ഈ 2026 ജൂൺ 2 വ്യാഴമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചിങ്ങക്കൂറുകാരുടെ 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴം 12ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതായത് മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് ഉച്ചസ്ഥനായി മാറുകയാണ്. 12ാം ഭാവം എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്, അതായത് ചെലവിൻ്റെ സ്ഥാനമാണ്. ഒരുപാട് പണച്ചെലവ് വരുന്ന സ്ഥാനം. അത് കൂടാതെ ഈ 12ാം ഭാവം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സ്ഥാനമാണ്. കോടീശ്വരൻ ഭിക്ഷക്കാരനാകുന്ന അവസ്ഥ ഉണ്ടാകും, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും എന്നെല്ലാം ഒരു ധാരണ പൊതുവെയുണ്ട്. വളരെ ദോഷകരമായ ഒരു സ്ഥാനമാണ് 12 എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ മിഥുന രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്, ഉച്ചസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പറയപ്പെടുന്ന തരത്തിലുള്ള വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കുകയില്ല. എന്ന് മാത്രമല്ല, വ്യാഴത്തിൻ്റെ ദൃഷ്ടി 4, 6, 8 ഭാവങ്ങളിലേക്കാണ്. അതും ഈ ചിങ്ങക്കൂറുകാരായ നക്ഷത്രക്കാർക്ക് നല്ലതേ വരുത്തുകയുള്ളൂ. വലിയ ദോഷങ്ങളൊന്നും പറയാനില്ല. എങ്കിലും ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോൾ പോലും ഗുണഫലങ്ങളാണ് ഏറി നിൽക്കുന്നത്. പേടിക്കേണ്ട കാര്യമില്ല, നല്ലത് തന്നെ സംഭവിക്കും. 12ാം ഭാവം വ്യയസ്ഥാനമായതിനാൽ അനാവശ്യമായ ചെലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ 12ലാണ് നിൽക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 12ാം ഭാവത്തിലെ ദോഷങ്ങളെ അല്ലെങ്കിൽ ദോഷങ്ങൾ വരുമെന്ന് പറയപ്പെടുന്ന സംഗതികളെ അതിജീവിച്ച് പോകാം. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് അതിനെ അതിജീവിച്ച് പോകാൻ കഴിയും. പ്രധാനമായിട്ടും നമുക്ക് ഭൗതികമായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും എന്നതിനേക്കാൾ ഉപരിയായി സമാധാനപൂർണമായ, സന്തോഷകരമായ, ആത്മീയമായ ഉന്നതിയും സുഖവുമൊക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും പ്രധാനമായും ഉണ്ടാകുന്നത്. 4, 6, 8 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ 4ാം ഭാവം മാതൃസൗഖ്യം, ഭൗതികമായ സുഖ സൗകര്യങ്ങൾ, സമാധാനം എന്നിവ വർദ്ധിപ്പിക്കും എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. അതുപോലെ തന്നെ 6ാം ഭാവം രോഗത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനും കടബാധ്യതകൾ തീർക്കുവാനുമൊക്കെ സഹായിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി സഹായിക്കും. അതുപോലെ 8ലേക്കുള്ള ദൃഷ്ടി ആയുസ് വർദ്ധിപ്പിക്കുകയും അപ്രതീക്ഷിതമായ ധനലാഭത്തിന് വഴിയൊരുക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനൊന്നുമില്ല, നല്ല നേട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. നമുക്ക് ഫലം വിശദമായി നോക്കാം. 12ാം ഭാവം വ്യയസ്ഥാനമാണ്, ഒരുപാട് ചിലവുകൾ വരും, നമ്മുടെ കയ്യിലുള്ളതെല്ലാം ചിലവായി പോകും എന്ന് പറയുമ്പോൾ തന്നെ വ്യാഴം ശുഭഗ്രഹമായതിനാൽ ഈ ചിലവുകൾ നമ്മുടെ നന്മകൾക്കായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. മംഗളകരമായ കാര്യങ്ങൾക്ക്, അതായത് വിവാഹം അല്ലെങ്കിൽ വീട് നിർമ്മാണം, വാഹനം, ഇങ്ങനെയുള്ള ദീർഘകാല നിക്ഷേപങ്ങൾ, അതൊക്കെ ഒരു നിക്ഷേപമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളാണ്. അതിന് വേണ്ടിയായിരിക്കും നമ്മളുടെ പണം ചെലവാകാനുള്ള ഏറിയ പങ്കും സാധ്യത. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ, വിവാഹത്തിനായാലും വീടിൻ്റെ നിർമ്മാണം, വാഹനം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുമ്പോൾ അത് ആവശ്യമായ പണം മാത്രം, കൃത്യമായ കണക്കുകൾ, ധനകാര്യങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ വെച്ചിട്ട് വേണം നമ്മൾ ചെലവഴിക്കാൻ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാഴ്ചെലവുകൾ ഉണ്ടാവുകയില്ല, നഷ്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ സാമ്പത്തികമായ ഇടപാടുകൾ, അത് കടം കൊടുക്കുക, കടം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുക. നമുക്ക് കൃത്യമായി ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിലും പണം ചെലവഴിക്കരുത്. കേട്ട് കേൾവിയുള്ള ഒരു പദ്ധതികൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കൊന്നും പണം കൊടുക്കരുത്. ഒരുപാട് ലാഭമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലുമൊക്കെ സമീപിച്ച് പണം മുടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ കൃത്യമായൊരു ബോധം, അറിവ് ഒക്കെ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ പണം മുടക്കരുത്. അങ്ങനെ ധനം നഷ്ടപ്പെടും അല്ലെങ്കിൽ പെടാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധ്യമുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ
പണം മുടക്കാതിരുന്നാൽ മാത്രം മതി. സാമ്പത്തിക സ്ഥിതിയിലെ ഈ അനാവശ്യമായ ധനവ്യയം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ കയ്യിലുള്ള പണം ഭദ്രമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ സ്വഭാവം, അനാവശ്യമായ ധൂർത്ത് അല്ലെങ്കിൽ പാഴ്ചെലവുകൾ, വ്യക്തമല്ലാത്ത കാര്യങ്ങൾക്കുള്ള പണം, ഇതൊക്കെ നമുക്ക് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ, നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ തന്നെ ഈ കാര്യങ്ങളെ സുഖമായി മറികടന്ന് പോകുവാൻ കഴിയും. കുടുംബാംഗങ്ങളുമായി ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അകൽച്ചയ്ക്കോ എല്ലാം സാധ്യത ഉണ്ടാകാൻ സാധ്യത ഉള്ള സമയമാണ്. അതായത് നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മൾ നിയന്ത്രിക്കണം. നല്ല ക്ഷമ പുലർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നവും മറികടക്കാം. അതായത് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമയമാണ് എന്നൊരു അറിവ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ തന്നെ മറികടക്കാൻ കഴിയും എന്ന് ചുരുക്കം. ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ആവശ്യമാണ്. ഉറക്കക്കുറവ് അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ കൃത്യസമയത്ത് വിശ്രമിക്കുക, ആഹാരം കഴിക്കുക, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, അനാവശ്യ പ്രശ്നങ്ങളിൽ നമ്മൾ ഇറങ്ങി വെറുതെ മാനസിക സ്വസ്ഥത നശിപ്പിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്താൽ മതി. വേറെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായി പണം ചിലവഴിക്കേണ്ടി വരും. അത് 12ാം ഭാവമായാലും ശരി തന്നെ, ഏത് ഭാവത്തിലായാലും ശരി തന്നെ. കാരണം നമ്മുടെ മാതാപിതാക്കളാണ്. അവർക്ക് പ്രായമായി വരുമ്പോൾ ആരോഗ്യകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. അതൊരു സാധാരണ സംഭവമായി മാത്രം കണക്കാക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ നമ്മളൊന്ന് പുലർത്തിയാൽ മാത്രം മതി. കർമ്മരംഗത്ത് നല്ല അധ്വാനം വേണ്ടി വരുന്ന ഒരു സമയമാണ്. പക്ഷേ നിങ്ങൾക്ക് ധനനേട്ടമുണ്ടാകും. കർമ്മരംഗത്ത് നിങ്ങൾ എത്രത്തോളം കഠിനമായി അധ്വാനിക്കുന്നു അതനുസരിച്ചുള്ള ഭാഗ്യങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ അംഗീകാരം ലഭിക്കും. കുറച്ച് കാലതാമസം ചില കാര്യങ്ങൾക്ക് വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഇത്ര സമയത്തിന് ഒരു വർക്ക് തീർക്കണം, അല്ലെങ്കിൽ ഇന്ന ലക്ഷ്യം ഇത്ര സമയത്തിനകത്ത് തന്നെ ഞാൻ പൂർത്തീകരിക്കണം എന്ന് പറയുമ്പോൾ, അങ്ങനെ നിങ്ങൾ നീങ്ങുമ്പോൾ ചെറിയ കാലതാമസങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ അത് ഒരു സ്വാഭാവിക പ്രക്രിയ എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കും. നിങ്ങൾക്ക് ആ ലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. ഒരു പ്രശ്നവുമില്ല. കാരണം വ്യാഴം, ധനകാരകനായ മഹാഗുരുവായ വ്യാഴം ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. 12ലാണെങ്കിൽ പോലും ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം, ഒരു ദൈവാധീനമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് ധനപരമായി നിങ്ങൾക്ക് അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കില്ല. നിങ്ങളുടെ പണം പോവുകയില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് കൃത്യമായ പ്രതിഫലം കിട്ടും, വരുമാനം ലഭിക്കും, അംഗീകാരം ലഭിക്കും. ഇതെല്ലാം സ്വാഭാവികമായും സംഭവിക്കും. ദൂരദേശ യാത്രകൾക്കോ വിദേശ യാത്രകൾക്കോ ആഗ്രഹിക്കുന്നവർക്ക്, അതിനായി ശ്രമിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ കഴിയും. സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട്. ജോലിയിൽ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. സ്ഥാനചലനം എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് തന്നെ മാറാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ പൊസിഷനിലേക്കുള്ള മാറ്റങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക്, ആ തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. നല്ല മാറ്റങ്ങൾ. നിങ്ങളിപ്പോൾ ഒരു ചെറിയ തൊഴിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയ വരുമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ കർമ്മരംഗത്ത് വലിയ ഒരു മാറ്റം വരും. നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, അവസരങ്ങൾ, സാമ്പത്തിക നേട്ടം, വരുമാനമൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ജോലിയിൽ മാറ്റങ്ങൾ വരാൻ വലിയ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ ഈ 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടി, അത് നിങ്ങളുടെ വീട് പുതുക്കി പണിയുന്നതിനോ വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണി നടത്തുവാനോ ഒക്കെ യോഗമുണ്ട്. നിങ്ങളൊരു ചെറിയ പഴയ വീട്ടിലാണെങ്കിൽ അതിനെ മോടി പിടിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ചെറിയ വാഹനങ്ങളാണെങ്കിൽ അതൊന്ന് കൈമാറ്റം നടത്തി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വാഹനം വാങ്ങുവാൻ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ 6ാം ഭാവത്തിലേക്ക് ഉള്ള ദൃഷ്ടി നിങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കുവാൻ സഹായിക്കും. നിങ്ങൾക്കെതിരെ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്ന ശത്രുക്കളെ നിഷ്പ്രഭരാക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്.
അത് ഈ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ പ്രത്യേക ദൃഷ്ടി കൊണ്ട് 4, 6, 8 ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ സാധ്യമാകും. ശത്രുക്കളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും, അവരുടെ ശല്യം നിങ്ങൾക്ക് മാറും. അതുപോലെ കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. അതായത് വലിയ കടബാധ്യതകളിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ഈ സമയത്ത് പടിപടിയായി അത് തീർത്ത് കൊണ്ടുവരുവാൻ കഴിയും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുവാനും നിങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുവാനും പാഴ്ചെലവുകളെ കൺട്രോൾ ചെയ്ത് ധനം സ്വരൂപിക്കുവാനും ഒക്കെ ഈ 6-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങളെ സഹായിക്കും. അതുപോലെ 8-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി പൈതൃക സ്വത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുടുംബപരമായി എന്തെങ്കിലും വസ്തുവകകൾ ലഭിക്കാനുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ലഭിക്കാൻ വലിയ സാധ്യതയാണ്. അതുപോലെ കേസുകളിൽ വ്യവഹാരങ്ങളിൽ പെട്ട് കിടക്കുന്ന ധനം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ നിലവിലുണ്ടെങ്കിൽ അത്തരം ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട് കിടന്നിരുന്നെങ്കിൽ അത് ലഭിക്കുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. ഈ 12-ാം ഭാവം എന്ന് പറയുന്ന മോക്ഷസ്ഥാനമാണ് എന്നുകൂടി പറയുന്നുണ്ട്. അവിടെ ശുഭഗ്രഹവും ജ്ഞാനകാരകനുമായ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ ഒരു ഉണർവ് നൽകും. നിങ്ങൾ ഒരു ചിട്ടപ്പെട്ട വ്യക്തിയാകും. അതായത് ഒരു മനസ്സിനൊരു ഒതുക്കം പാകം വന്ന ഒരു വ്യക്തിയാകും. ക്ഷിപ്രകോപം അല്ലെങ്കിൽ ക്ഷിപ്രമായ ഒരു തീരുമാനം, എടുത്തുചാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ സ്വയം നിയന്ത്രിക്കുവാനുള്ളൊരു ആർജവം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ ദൈവികപരമായ കാര്യങ്ങളിൽ താല്പര്യം തോന്നുന്ന ഒരു സമയമാണ്. ആത്മീയപരമായി യാത്രകൾ നടത്തുവാൻ ആഗ്രഹിക്കും. അത്തരം വ്യക്തികളെ സന്ദർശിക്കുവാൻ, അവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുവാനൊക്കെ ആഗ്രഹം വരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണമെന്ന് തോന്നും. അങ്ങനെയുള്ള യാത്രകൾക്ക് ഇറങ്ങി പുറപ്പെടും. അതുപോലെ തന്നെ മംഗളകരമായ ചെലവുകളാണ് നിങ്ങൾക്ക് വരുന്നത് എന്നത് വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 12-ാം ഭാവം വ്യയസ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ തന്നെയും ചിലവുകൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നത് ഉച്ചനായ വ്യാഴം ഈ ചിലവുകളെ മംഗളകാര്യങ്ങൾക്കായിട്ടാണ് വിനിയോഗിക്കുന്നത്. വർദ്ധിക്കുന്ന ചിലവുകൾ മംഗളകാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ, അതായത് നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വഴിതിരിച്ചു വിടും വ്യാഴം. അനാവശ്യമായ ധനനഷ്ടങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം, ഈ ഉച്ചനായ അവസ്ഥ അനാവശ്യമായ ധനനഷ്ടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. പണം നഷ്ടപ്പെടാതിരിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ തീർച്ചയായും ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വിദേശ രാജ്യങ്ങളുമായി ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ അതുപോലെ ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കോ ഒക്കെ നല്ല അനുകൂലമായ ഒരു ഗ്രഹസ്ഥിതിയാണ്. സ്വദേശത്തേക്കാൾ ദൂരദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഭാഗ്യം തെളിയുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ ഈ ശത്രുക്കളുടെ കാര്യം പറയുമ്പോൾ ഈ ഉച്ചനായ വ്യാഴം 12 നിൽക്കുമ്പോൾ വിപരീത രാജയോഗം എന്ന ഒരു യോഗം കൂടി ഉണ്ടാകും. അത് നിങ്ങൾക്ക് നല്ല ഫലങ്ങളാണ് നൽകുന്നത്. നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം അത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. രഹസ്യമായി നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്തിനെതിരെ, കർമ്മ മേഖലയ്ക്കെതിരെ ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശത്രുക്കളെ ഒഴിവാക്കുവാൻ കഴിയും. അവരെല്ലാം നിങ്ങളിൽ നിന്നും അകന്നു പോകും. നിങ്ങളെ ഉപദ്രവിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല, നിങ്ങൾ അജയനായി മുന്നോട്ട് പോകുന്നു എന്നൊരവസ്ഥ വരുമ്പോൾ അത്തരം നിസ്സാരന്മാരായ ശത്രുക്കളുടെ ശല്യം ഒഴിവായി പോകും. ചുരുക്കത്തിൽ 12-ാം ഭാവത്തിലെ ഉച്ചനായ വ്യാഴം നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളും സമാധാനപരമായ ഒരു കുടുംബ ജീവിതവും ഉന്നതിയും മംഗളകരമായ ജീവിത സാഹചര്യങ്ങളും നൽകും എന്നതിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. നിങ്ങളുടെ ജാതക പരിശോധന കൂടി നടത്തേണ്ടത് ആവശ്യമാണ്. ജാതകത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ ദോഷകരമായ അവസ്ഥയിൽ അല്ലെങ്കിൽ ദോഷകരമായ അപഹാരങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായ പ്രതിവിധികൾ കൂടി ചെയ്ത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കണം. വ്യാഴാഴ്ചകൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് വ്യാഴാഴ്ചകളിലേക്ക് മാറ്റിവെക്കുന്നതും ആ സമയത്ത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണ്. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നതും ഈ നമ്മുടെ അനാവശ്യമായ പണനഷ്ടത്തെ, സമ്പത്ത് ചോർന്നു പോകുന്നതിന് കുറയ്ക്കുവാനായി സഹായിക്കും. ദിവസവും ഭാഗ്യസൂക്തം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷങ്ങൾ മാറുന്നതിന് ഉത്തമമാണ്.
വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹ യോഗമുണ്ട്. കാരണം വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള യോഗമാണ് ഇപ്പോഴുള്ളത്. കുടുംബത്തിൽ വിവാഹ നിശ്ചയം, വിവാഹം എന്നിവയൊക്കെ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിവാഹ ആലോചനകൾ മിക്കവാറും ഈ സമയത്ത് വിദേശ ബന്ധത്തെ നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു സമയം കൂടി ആയതിനാൽ വളരെ ദൂരദേശങ്ങളിൽ നിന്നായിരിക്കാം സാധാരണഗതിയിൽ വിവാഹത്തിൻ്റെ ആലോചനകൾ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആലോചനകളാണ് നടക്കുവാൻ സാധ്യത കൂടുതലുള്ളത്. വിവാഹശേഷം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വിവാഹത്തിലൂടെ അത് സാധിക്കും. അതിനും അനുകൂലമായ സമയമാണ്. കൂടാതെ ആത്മീയമായ ചിന്തയുള്ളവരും അല്ലെങ്കിൽ ദയാലുക്കളും സദ്ഗുണ സമ്പന്നരുമായിരിക്കുന്ന ജീവിത പങ്കാളികളെയാണ് നിങ്ങൾക്ക് ഈ സമയത്തുള്ള വിവാഹത്തിലൂടെ ലഭിക്കുവാൻ കൂടുതൽ സാധ്യത. പിന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും കാരകനാണ് വ്യാഴം എന്നത് എടുത്തു പറയേണ്ട സംഗതിയാണ്. 12ാം ഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥനാകുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് സവിശേഷമായ ചില ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ആ രംഗത്തുള്ളവർ, ഗവേഷണ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് നല്ല സമയമാണ്. നിങ്ങൾ നല്ല ശ്രദ്ധയും ഏകാഗ്രതയും പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഹയർ സ്റ്റഡീസ്, PhD, ശാസ്ത്ര ഗവേഷണങ്ങൾ എന്നിവയ്ക്ക് ഈ സമയം അത്യുത്തമമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തീർച്ചയായും നല്ല വലിയ ഫലങ്ങൾ ലഭിക്കും. വിദേശ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക്, വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ്. വ്യാഴം നിങ്ങളെ അനുഗ്രഹിക്കും, വിദ്യാപരമായ കാര്യങ്ങളിൽ അനുഗ്രഹിക്കുമെന്നതിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. വിദേശത്ത് അഡ്മിഷൻ ലഭിക്കുവാനും സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കുവാനും വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നത് നിങ്ങൾക്ക് സഹായകമാകും. ആത്മീയ തത്വചിന്താ പഠനങ്ങൾ നടത്തുന്നവർ, അതായത് പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തിന് പുറമെ ജ്യോതിഷം, തത്വചിന്ത, ആത്മീയ ഗ്രന്ഥങ്ങൾ, മനഃശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ്. നിങ്ങൾക്ക് ആ രംഗങ്ങളിൽ നല്ല പ്രാവീണ്യം നേടിയെടുക്കുവാൻ കഴിയും. 12ാം ഭാവം പക്ഷേ ഉറക്കം അല്ലെങ്കിൽ അലസത തുടങ്ങിയവയെ കൂടി സൂചിപ്പിക്കുന്നതാണ്. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പഠനത്തിൽ നിങ്ങൾ അലസത എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകരുത്. നല്ല ഏകാഗ്രതയോടുകൂടി കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ച് മുന്നേറണം. പരീക്ഷാ സമയത്ത് ചിലപ്പോൾ അനാവശ്യമായ ചില മാനസിക സമ്മർദ്ദം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ തീർച്ചയായിട്ടും മറികടന്ന് പോകാൻ കഴിയും. കാരണം കഠിനാധ്വാനം ചെയ്താൽ ഉച്ചവ്യാഴം, അതായത് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം മികച്ച വിജയം തന്നെ നിങ്ങൾക്ക് നൽകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചിങ്ങരാശിക്കാരായ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്കുള്ള വ്യാഴമാറ്റ ഫലം. നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളാണ്. 12ൽ വ്യാഴം എന്നതുകൊണ്ട് പരിഭ്രാന്തി കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നേട്ടങ്ങളെ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളിൽ, ജീവിതശൈലികളിൽ ചില മാറ്റങ്ങൾ മാത്രം വരുത്തി കഴിഞ്ഞാൽ മുന്നേറാൻ കഴിയുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. വ്യാഴം ഉച്ചസ്ഥനാണ്. നിങ്ങൾക്ക് നേട്ടം കൊണ്ട് വരും, സമ്പത്ത് വരും, സമാധാനം വരും, വിവാഹം, വിദ്യാഭ്യാസം, വീട്, വാഹനം, ബിസിനസ്സിൽ ഉയർച്ച, തൊഴിൽ രംഗത്ത് ഉന്നതി എന്നിവയെല്ലാം നൽകും. നല്ല വ്യക്തിയായി ഈശ്വര ചിന്തയോടുകൂടി തങ്ങളാൽ കഴിയുന്ന വിധം ഈ സമൂഹത്തിന്, ഈ ലോകത്തിന് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാവിധ സൗഖ്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ. എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകട്ടെ. നിങ്ങളുടെ നക്ഷത്രം ഏതായാലും തീർച്ചയായും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വീണ്ടും നേർന്നുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.